മൂന്ന് കാറ്റഗറീസ്, മെയിൻ കാറ്റഗറീസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുക. സോ സെറിൻ ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ അത് ഡൈഅസൈൽ ഗ്ലിസറോളിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, ദിസ് DAG. അതുപോലെ ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ദി ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ, ലാക്റ്റിക് ആസിഡോസിസ്. ഓക്കെ, ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ചെറിയ സമയം കൊണ്ട് മെറ്റ്ഫോർമിന്റെ ഫാർമക്കോളജിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഫാർമക്കോളജിയിൽ ധാരാളം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സോ ഈ ക്ലാസിഫിക്കേഷൻസിൽ വൺ അമംഗ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ ഓറൽ ആന്റി ഡയബറ്റിക് ഡ്രഗ് അല്ലെങ്കിൽ ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ്. ഓക്കെ, സോ ആ ക്ലാസിഫിക്കേഷനിലെ എല്ലാ ഡ്രഗ്സും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതുമായ ഒരു ഡ്രഗാണ് മെറ്റ്ഫോർമിൻ. സോ വൺസ് അഗെയിൻ വെൽക്കമിങ് യു ഓൾ ടു ദിസ് സെഷൻ. അപ്പൊ നമ്മൾ കുറച്ച് സെഷൻസിൽ നമ്മൾ കുറച്ചധികം ഡ്രഗ്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്നാ മെറ്റ്ഫോർമിനെ കുറിച്ച് പഠിച്ചാലോ? അപ്പൊ നമുക്കറിയാം ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സിനകത്ത് മെയിൻ ആയിട്ടും മെയിൻ കാറ്റഗറീസ് വരുന്നുണ്ട്. ഫസ്റ്റ് എന്താണ്? ടു എൻഹാൻസ് ദി ഇൻസുലിൻ സെക്രീഷൻ, ടു ഓവർകം ദി ഇൻസുലിൻ റെസിസ്റ്റൻസ്, ആൻഡ് തേർഡ് വൺ ഈസ് ദ മിസലേനിയസ് ഡ്രഗ്സ്. അപ്പൊ നമ്മുടെ മെറ്റ്ഫോർമിൻ എന്ന് പറഞ്ഞ ഡ്രഗ് ഇതിനകത്ത് വരുന്നതാണ് ടു ഓവർകം ദി ഇൻസുലിൻ റെസിസ്റ്റൻസ് കാറ്റഗറിയിൽ വരുന്നതാണ്. അതിനകത്ത് രണ്ട് കാറ്റഗറീസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ബൈഗ്വാനേറ്റ്സ് ആൻഡ് തയസോളിഡിൻ ഡയോൺസ്. ഓക്കെ, ബൈഗ്വാനേറ്റ്സിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് AMPK ആക്ടിവേറ്റർ. ഓക്കെ, സോ മെറ്റ്ഫോമിന്റെ കാറ്റഗറി പഠിച്ചല്ലോ. മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓറൽ ആന്റി ഡയബറ്റിക് ഡ്രഗ് ആണ്. ഇതിനകത്താണ് വരുന്നത് AMPK ആക്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ ബൈഗ്വാനേറ്റ്സ്. കെമിക്കൽ സ്ട്രക്ചറിന്റെ ബേസിസിലാണ് നമ്മൾ ബൈഗ്വാനേറ്റ്സ് എന്ന് പറയുക. അതുപോലെ അതിന്റെ ഫാർമക്കോളജിക്കൽ മെക്കാനിസം ഓഫ് ആക്ഷന്റെ ബേസിസിലാണ് നമ്മൾ AMPK ആക്ടിവേറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡയബറ്റീസിനകത്ത് ഇൻസുലിന്റെ ഡെഫിഷ്യൻസി മൂലവും ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവാം. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടും ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാവുന്ന ഡയബറ്റിസ് മെലിറ്റസ് ആണ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. അതായത് എന്താണ്? നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റ സെൽസ്, ദാറ്റ് ഇസ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിനകത്ത് കുറെ സെൽസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതില് ബീറ്റ സെൽസ് സെക്രേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ. സോ ഈ സെക്രേറ്റ് ചെയ്യുന്ന ഇൻസുലിനെ നമ്മുടെ ബോഡി സെൽസ് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ കണ്ടീഷൻ ഇസ് നോൺ ആസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് അല്ലെ, IR, ഇൻസുലിൻ റെസിസ്റ്റൻസ്. സോ എന്താണെന്ന് ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ബോഡിയിൽ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഇൻസുലിൻ ഉണ്ട്, പക്ഷെ എന്താണ്? അവർ സെൽസ് ആർ അൺഏബിൾ ടു ഐഡന്റിഫൈ ആൻഡ് റെസ്പോണ്ട് ടു ദ ഇൻസുലിൻ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുക. സോ അങ്ങനെയും നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടാം ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, സോ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് മെറ്റ്ഫോർമിൻ. അപ്പൊ നമുക്കറിയാം നോർമൽ കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോർമൽ കണ്ടീഷനിൽ ഇൻസുലിൻ ഇൻസുലിൻ റിസപ്റ്ററിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യും. സോ ഏതൊരു സബ്സ്ട്രേറ്റ് ആണെങ്കിലും റിസപ്റ്ററിൽ വന്നിട്ട് ബൈൻഡ് ചെയ്താലല്ലേ അതിന്റെ ഒരു ആക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. സോ ദിസ് ഇൻസുലിൻ കംസ് ആൻഡ് ബൈൻഡ്സ് ടു ദി ഇൻസുലിൻ റിസപ്റ്റർ. അതിനുശേഷം ഈ ഇൻസുലിൻ റിസപ്റ്റർ എന്ത് ചെയ്യും? ഇറ്റ് ഫോസ്ഫോറിലേറ്റ്സ് ഇൻസുലിൻ റിസപ്റ്റർ സബ്സ്ട്രേറ്റ്. ഓക്കെ, സോ ഇൻസുലിൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തു. ഈ ഇൻസുലിൻ റിസപ്റ്റർ പിന്നെ എന്താ ചെയ്യുക? ഇൻസുലിൻ റിസപ്റ്റർ സബ്സ്ട്രേറ്റിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും ടു ദ ടൈറോസിൻ കൈനേസ്. അങ്ങനെ PI3K അവിടെ ആക്ടിവേറ്റ് ചെയ്യും. ഇറ്റ് ഫർദർ ആക്ടിവേറ്റ്സ് AKT. ഈ AKT എന്താ ഹെൽപ്പ് ചെയ്യുന്ന? AKT ആണ് നമ്മുടെ GLUT4നെ നമ്മുടെ സെൽ മെംബ്രെയിനിലേക്ക് എന്ത് ചെയ്യും? ആ ഒരു സെൽ മെംബ്രെയിന്റെ സൈഡിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഈ GLUT4 എന്ന് പറഞ്ഞ ആ ഒരു ട്രാൻസ്പോർട്ടർ ആണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസിനെ സെൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നു. ദിസ് ഇസ് ദി നോർമൽ ഇൻസുലിൻ ഫിസിയോളജി. ഇൻസുലിൻ സിഗ്നലിംഗ് പാത്വേ, നോർമൽ ആയിട്ട് നടക്കുന്ന ഇൻസുലിൻ സിഗ്നലിംഗ് പാത്വേ ആണ് ഈ പറയുന്നത്. പക്ഷേ എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് ലിപ്പിഡ് ഫോർമേഷൻ നടക്കുമ്പോഴത്തേക്കും ഈ ലിപ്പിഡ്സ് ട്രൈഗ്ലിസറൈഡ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ആൻഡ് ദിസ് ട്രൈഗ്ലിസറൈഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ആക്ടിവേറ്റിംഗ് ദിസ് PI3K ആൻഡ് AKT അതെന്താണ്? ഡൈഅസൈൽ ഗ്ലിസറോളിനെ ആക്ടിവേറ്റ് ചെയ്യും. ഡൈഅസൈൽ ഗ്ലിസറോളിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അവിടെ ടൈറോസിൻ കൈനേസ് ഫോസ്ഫോറിലേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അതിന് പകരമായിട്ട് ഇവിടെ ഒരു സെറിൻ ഫോസ്ഫോറിലേഷൻ ആണ് നടക്കുന്നത് കൂടുതൽ ലിപ്പിഡ്സ് ഉള്ള കേസിൽ. ഓക്കെ, സോ സെറിൻ ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ അത് ഡൈഅസൈൽ ഗ്ലിസറോളിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ദിസ് DAG എന്താണ്? GLUT4നെ പ്രോപ്പർ ആയിട്ട് എന്താണ്? അതിനെ ആക്ടിവേറ്റ് ചെയ്യത്തില്ല. അങ്ങനെ
ഇൻസുലിൻ സിഗ്നലിംഗ് പാത്വേ അവിടെ ബ്ലോക്ക് ആവും. ഇൻസുലിൻ ഉണ്ടെങ്കിലും ഇൻസുലിൻ്റെതായ ആക്ഷൻ കാണിക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. സോ നമ്മുടെ മെറ്റ്ഫോമിൻ ആക്ട് ചെയ്യുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനാണ്, ഒരിക്കലും ഇൻസുലിൻ സെക്രീഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതിന് മറിച്ച് എന്താണ് ചെയ്യുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മേജർ മെക്കാനിസം ഓഫ് ആക്ഷൻ. ആരുടെ, നമ്മുടെ മെറ്റ്ഫോമിന്റെ. ഓക്കെ, അപ്പൊ നമുക്കതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് AMPK. AMPK എന്താണ്, അഡിനോസിൻ. Okay, it stimulates AMPK, adenosine monophosphate, adenosine 5' monophosphate protein kinase ആണ് AMPK. ഈ AMPK നെ ആക്ടിവേറ്റ് ചെയ്യും. AMPK ആക്ടിവേറ്റഡ് ആണല്ലോ മെറ്റ്ഫോമിൻ. AMPK നെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതെന്താ ചെയ്യുക, ലിപ്പോജനിക് എൻസൈംസ്. ലിപ്പോജനിക് എൻസൈംസ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് സിന്തസിസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ്. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസ് ആണ് ഈ ലിപ്പോജനിക് എൻസൈംസ് എന്ന് പറയുന്നത്. ഈ ലിപ്പോജനിക് എൻസൈംസിനെ എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ലിപ്പിഡ്സ് കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത് അവിടെ എന്താവും, അവിടെ ബ്ലോക്ക് ആവും. ഓക്കെ, കൂടുതൽ ലിപ്പിഡ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഈ എക്സസ് ആയിട്ട് ഈ ഫാറ്റ് നമ്മുടെ ബോഡി മസിൽസിലും സെൽസിലും അക്യുമുലേറ്റ് ചെയ്യുന്നത് ഇൻസുലിൻ സിഗ്നലിംഗ് പാത്വേക്ക് ഒരു വലിയൊരു ഹിൻഡ്രൻസ് ആണ്, വലിയൊരു ബ്ലോക്ക് ആണ്. ആക്ച്വലി പ്രോപ്പർ ആയിട്ട് ഇൻസുലിൻ്റെതായ ബാക്കി ലൈക്ക് അതിന്റെ സിഗ്നലിംഗ് പാത്വേയിൽ നടക്കേണ്ട കാര്യങ്ങളൊന്നും നടത്തത്തില്ല. ആര്, ഈ എക്സസ് ആയിട്ടുള്ള ലിപ്പിഡ്സ് ഇങ്ങനെ വന്ന് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും. സോ ഭയങ്കര വലിയൊരു റോളാണ് ഈ ലിപ്പിഡ്സ് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിൽ വഹിക്കുന്നത്. ഓക്കെ, ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഏറ്റവും വലിയൊരു ലൈക്ക് എന്താ പറയാ, ഏറ്റവും വലിയ ഭാഗം വഹിക്കുന്നത് ആരാണ്, ഈ ലിപ്പിഡ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മെറ്റ്ഫോമിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആയിരുന്നു. സോ ഇത് എന്താണ്, ലിപ്പോജനിക് എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കേണ്ട പോലെ നമ്മുടെ GLUT4 ആക്ടിവേറ്റ് ചെയ്യും. ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസ് സെൽസിലേക്ക് അപ്ടേക്ക് ചെയ്യാൻ തുടങ്ങും. ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയും. അതുപോലെ ലിപ്പോജനിക് എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലിപ്പോജെനസിസ് അവിടെ കുറയുമല്ലോ, ദാറ്റ് ഇസ് ഫോർമേഷൻ ഓഫ് ലിപ്പിഡ്സ്. അതുപോലെ ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ദി ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ. അതായത് ലിപ്പിഡ് ഉണ്ടാവുന്നതിന് പകരം എന്താണ്, ഈ ഫാറ്റി ആസിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ് ബീറ്റ ഓക്സിഡേഷൻ. ഫാറ്റി ആസിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ ഫാറ്റി ആസിഡിനെ ഓക്സിഡൈസ് ചെയ്യുന്നതിനെ നമ്മൾ ബീറ്റ ഓക്സിഡേഷൻ എന്നാണ് പറയാ. അപ്പൊ ഈ ബീറ്റ ഓക്സിഡേഷൻ അവിടെ കൂടും. അപ്പൊ എന്താ സംഭവിക്കുക, ലിപ്പിഡ്സ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി പൊക്കോളും. ലിപ്പിഡ് ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം, ലിപ്പിഡ് ബ്രേക്ക് ഡൗൺ ആയാൽ പ്രശ്നം വരത്തില്ല. അങ്ങനെ ഇറ്റ് ഡിക്രീസസ് ദി ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഓക്കെ, ഇൻസുലിൻ റെസിസ്റ്റൻസ് അവിടെ കുറഞ്ഞു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്, നമ്മുടെ ആ ഒരു കണ്ടീഷൻ റിവേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് മെക്കാനിസം എന്താണ്, ആക്ടിവേറ്റ്സ് ഇൻസുലിൻ സിഗ്നലിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഇൻസുലിൻ ചെന്നിട്ട് ഇൻസുലിൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്താലാണ് ബാക്കിയുള്ള സ്റ്റെപ്സ് നടക്കുള്ളൂ. സോ ഈ മെറ്റ്ഫോർമിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻസുലിൻ സിഗ്നലിംഗ് പാത്വേനെ കൂടി ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഇത് രണ്ടും ഏത് മെക്കാനിസത്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്, ഇറ്റ് ഡിക്രീസസ് ദി ഇൻസുലിൻ റെസിസ്റ്റൻസ്. സോ അതുകൊണ്ടാണ് നമ്മൾ മെറ്റ്ഫോർമിന്റെ മേജർ മെക്കാനിസം ഓഫ് ആക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഇറ്റ് ഓവർകം ദി ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ സെക്രീഷൻ എൻഹാൻസ് ചെയ്യോ അല്ലെങ്കിൽ വേറൊരു രീതിയിലും അല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറച്ച് മെക്കാനിസംസ് വഴി ഓവർകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡിൽ ലോവർ ആവുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി മേജർ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് മെറ്റ്ഫോമിൻ. അടുത്തതാണ് ഇതിന്റെ ആഡ്വേഴ്സ് എഫക്ട്സ് ആൻഡ് സൈഡ് എഫക്ട്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എടുത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഇത് ഹൈപ്പോഗ്ലൈസീമിയ കോസ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, ഇൻസുലിൻ സെക്രീഷൻ ഇത് കൂട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇൻസുലിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ അല്ല. അതായത് ഇൻസുലിൻ സെക്രീഷനെ കൂട്ടുകയോ ഇൻസുലിൻ സെക്രീഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ സഹായിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യുക മാത്രമാണ്. സോ അതുകൊണ്ട് ഇത് ഹൈപ്പോഗ്ലൈസീമിയ കോസ് ചെയ്യുന്നില്ല. വളരെ റെയർ ആയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് ഹൈപ്പോഗ്ലൈസീമിയ കോസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഒന്ന് ഓവറോൾ എടുത്ത് പറയുകയാണെങ്കിൽ ദിസ് മെറ്റ്ഫോമിൻ ഇസ് ദ ഡ്രഗ് വിച്ച് ഡസ് നോട്ട് കോസ് ഹൈപ്പോഗ്ലൈസീമിയ. ഓക്കെ, അടുത്തെന്താണ് ലാക്റ്റിക് അസിഡോസിസ്. അത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. മെറ്റ്ഫോർമിന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്ട് അല്ലെങ്കിൽ ADR എന്ന് പറയുകയാണെങ്കിൽ അത് ഏതാണ്, ലാക്റ്റിക് അസിഡോസിസ്. ഓക്കെ, സോ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ADR നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണ്, ലാക്റ്റിക് അസിഡോസിസ് ആണ്. ഇനി അടുത്തൊരു പോയിന്റ് എന്താണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് എന്താണ്, vitamin B12 deficiency. It interfere with vitamin B12 absorption. Vitamin B12 absorption ഇത് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ it can leads to neuropathy or anemia. Okay,
അടുത്തത് ഇനി അതിന്റെ കുറച്ച് ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ആണ്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഇഷ്യൂസ് ഏതൊക്കെയാണ്? അബ്ഡോമിനൽ പെയിൻ, ബ്ലോട്ടിംഗ്, നോസിയ, ഡയറിയ, അനോറക്സിയ. സോ ദീസ് ആർ ദി സം ഫ്യൂ ഓഫ് ദി സൈഡ് എഫക്ട്സ് കോസ്ഡ് ബൈ മെറ്റ്ഫോമിൻ. അല്ലാതെ എന്താണ് മൗത്തിൽ ഒരു മെറ്റാലിക് ടേസ്റ്റ്, അതല്ലാതെ ടയേർഡ്നെസ്. സോ ദിസ് സൈഡ് എഫക്ട്സ് യൂഷ്വലി സബ്സൈഡ് വിത്ത് കണ്ടിന്യൂഡ് യൂസ്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് മെറ്റ്ഫോമിൻ ലോവേഴ്സ് ബ്ലഡ് ഗ്ലൂക്കോസ്. നമ്മളിപ്പോ പറഞ്ഞ മെക്കാനിസം ഓഫ് ആക്ഷൻ കോറിലേറ്റ് ചെയ്തിട്ട് തന്നെ പറയുന്ന ഒരു സെന്റൻസ് ആണ് മെറ്റ്ഫോമിൻ ലോവേഴ്സ് ബ്ലഡ് ഗ്ലൂക്കോസ് ബൈ ആക്ടിവേറ്റിംഗ് AMPK ലീഡിംഗ് ടു സപ്രഷൻ ഓഫ് ഹെപ്പാറ്റിക് ഗ്ലൂക്കോനിയോജനസിസ് ആൻഡ് ഇംപ്രൂവ്ഡ് പെരിഫറൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വിത്തൗട്ട് കോസിംഗ് ഹൈപ്പോഗ്ലൈസീമിയ. അതായത് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനും എല്ലാ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. എന്താണ് ഇത്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു എഡിനോസിൻ 5' മോണോഫോസ്ഫേറ്റ് പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോനിയോജനസിസിനെ സപ്രസ് ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവും അല്ലെ, അതിനാണ് നമ്മൾ ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുക. സോ ആ ഗ്ലൂക്കോസ് ഫോർമേഷനെ ഇത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ല, ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യുന്നുണ്ട്. അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കുറയ്ക്കും. സോ മെറ്റ്ഫോമിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. സോ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പിന്നെയും ഞാൻ എടുത്തു പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് കോസ് ഹൈപ്പോഗ്ലൈസീമിയ. കാരണം ഇൻസുലിൻ സെക്രീഷൻ അത് കൂട്ടുന്നില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസിനെയാണ് അത് ഓവർകം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ അത് ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. Then lactic acidosis is the most important area of metformin. So these two are the important exam oriented points of metformin. Okay, ഇനി നമുക്കൊരു പുതിയ ഡ്രഗ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.